ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ISL നടക്കുന്ന കാര്യം നമുക്കെല്ലാം അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയാലും മറ്റ് ടീമുകളുടെയൊക്കെ ആയാലും മത്സരങ്ങളൊക്കെ നിരന്തരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയാലും ബംഗളൂരിൻ്റെ ആയാലും മറ്റ് ടീമുകളുടെ എല്ലാം മത്സരങ്ങളും ടീമുകളുടെ തോൽവിയും പരാജയങ്ങളും എല്ലാം നടന്നുകൊണ്ടും ഇരിക്കുന്നു. നമുക്ക് പ്രോപ്പറായിട്ടൊന്നും കണ്ടൻസൊന്നും വീഡിയോസ് ആയാലും ഒന്നും അപ്ഡേറ്റുകൾ ആ ഒരു സമയത്തൊന്നും അറിയിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ കഴിയുന്നില്ല. ഒരവസ്ഥ മനസ്സിലാക്കുക. പിന്നെ വേറെ ഞാൻ ഇപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെയും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു. ഒരു ഡ്രോയിലാണ് അവസാനിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞത്. ഒരു കളി പോലും ജയിക്കാൻ കഴിയാതെ ഈ ഒരു 5 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു കളി പോലും ജയിക്കാൻ കഴിയാതെ 5 മത്സരങ്ങൾ കളിച്ചതിൽ 4 മത്സരങ്ങളും തോൽവി, ഒരു സമനില എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് കോച്ചിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, അതിൽ വന്ന പ്ലെയേഴ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് ആ കുറ്റം പറയാൻ പറ്റുന്നത് വെച്ചാൽ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ ടീം എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെ ഒരു ടീം മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നവരുടെ മാനേജ്മെൻറ്റാണ്. അന്നേരം ആ മാനേജ്മെൻറ്റിന് ഒരു കാര്യക്ഷമം അല്ലെങ്കിൽ ഒരു കാര്യമായ ഒരു ഇതില്ലെങ്കിൽ ആ ടീമിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഫ്രണ്ട്സ്. അന്നേരം ആ ഒരു കോച്ചിനെ വലിയ പ്ലേയേഴ്സിനെ പറഞ്ഞിട്ട് കാര്യം. ഇപ്പം കോച്ചായാലും കോച്ചിന് ഇട്ട് കൊടുക്കുന്ന താരങ്ങളെ വെച്ച് കോച്ച് കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കോച്ചിൻ്റെ തന്ത്രങ്ങൾക്കും ആ ഒരു കോച്ചിൻ്റെ ശൈലികൾക്കും അപ്സെറ്റായ താരങ്ങളെയാണ് നമ്മൾ ടീമുകളിൽ നമ്മൾ കോച്ചിനെ കൊണ്ടുവന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ഫസ്റ്റ് കോച്ചിനെ കൊണ്ടുവരിക. എന്നിട്ട് ആ താരത്തിൻ്റെ ആ ഒരു കോച്ചിൻ്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിന് പരമായ ആ ഒരു ശൈലി കളിക്കുന്ന താരങ്ങളെ ടീമിൽ കോച്ചിനെ എത്തിച്ചു കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. അന്നേരം നേരത്തെ നമ്മൾ നോക്കുക, മിഗാൽ സ്റ്റെഗറയുടെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ മിഗാൽ സ്റ്റെഗറയ്ക്കും ഇതേപോലത്തെ അവസ്ഥയായിരുന്നു മിഗാൽ സ്റ്റെഗറയ്ക്കും ഉണ്ടായത്. എന്ന് വെച്ചാൽ ടീമിലുള്ള താരങ്ങളെ വെച്ച് കളിപ്പിക്കുക, ഉള്ള ആ ഒരു ഇത് വെച്ച് കളിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെയും ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നതും. അന്നേരം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി പ്ലേയേഴ്സിനെയൊക്കെ നല്ല ആ ഒരു കോച്ചിന് അപ്സെറ്റായ താരങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് ഒരു നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ ഈ ടീമിനെയും കൊണ്ട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ആരാധകർക്ക് എപ്പോഴും നിരാശ തന്നെ ആയിരിക്കും ഈ ഒരു ടീമും ഈ ഒരു മാനേജ്മെൻറ്റും തരുന്നതെന്ന് ഉറച്ച വിശ്വാസം അത് എന്നിലുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം അതങ്ങനെ വരൂ. കാരണം നല്ല കോച്ച് അല്ലെങ്കിൽ നല്ല താരങ്ങളെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ, ആ ഒരു കോച്ചിന് പരമായ താരങ്ങളെ കൊണ്ട് കൊടുത്തില്ല എങ്ങനെ കളിപ്പിക്കാനാണ് നിങ്ങൾ പറയുന്നത്? അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ 4 മത്സരങ്ങൾ തോറ്റു, അത് പിന്നെ ഒരു മത്സരം സമനിലയായി. മുമ്പേ എല്ലാ ടീമുകളും ഇപ്പം ATK ആയാലും അവരുടെ ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 4 മത്സരങ്ങൾ ഇന്നലെ തന്നെ 4-3-3 ഫോർമേഷനിലെ കേരള ബ്ലാസ്റ്റേഴ്സ് 3 പേര് അറ്റാക്കിങ്ങിൽ കെവിയോക്കെയും പിന്നെ അഫ്സൽ താരമാണ്. പിന്നെ വെറുതെ അവന് ആ ഒരു ാണ് 3 സ്ട്രൈക്കിങ് നോക്കിയത്. കെവിയൊക്കെ ഒരു അത്യാവശ്യം മികച്ചൊരു താരമെന്നൊക്കെ പറയാൻ കഴിയും. പിന്നെ അഫ്സൽ ആവശ്യമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി രുചിക്കേണ്ട ഒരവസ്ഥയിൽ 90-ാം മിനിറ്റിൽ 3 മിനിറ്റ് എങ്ങാണ്ട് ബാക്കി 90 മിനിറ്റ് എക്സ്ട്രാ 3 മിനിറ്റ് ഇരിക്കുന്ന സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മലയാളി താരമായ അഫ്സൽ ഒരു ഗോൾ അടിക്കുന്നത്. അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെയും പരാജയപ്പെട്ടേനെ. ഒരു 5ാമത്തെ തോൽവിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് താണു പോയേനെ നിസ്സംശയം. ഒരു തോൽവി കണ്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്, പക്ഷേങ്കിൽ അവസാനമായപ്പം ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചു എന്ന് പറയാം. പിന്നെ 10ാം മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിൽ പെനാൽറ്റിയിലൂടെ ഈസ്റ്റ് ബംഗാൾ ഗോൾ കണ്ടെത്തുമായിരുന്നു. എല്ലാം നോക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു കൊണ്ടുവന്ന് ഒരു ബിൽഡപ്പ്, ഒരു നല്ലൊരു ടീമിനെ വാർത്തെടുക്കുക. അല്ലാതെ ഇനിയിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തും എന്നുള്ള ചിന്തയോടെ ഇനി ആരും കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കി കാണണ്ട എന്ന് തന്നെ ഉറച്ചു പറഞ്ഞുകൊണ്ട്, ഈ ഒരു കളിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു മുമ്പോട്ടൊരു യാത്ര ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.